നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏത് കനകൂല് വന്നാലും കേരളത്തിലെ കോൺഗ്രസ് ഒരിക്കലും നന്നായില്ലെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് അടിപൂർവാധികം ശക്തമായി തുടരുകയാണ്. കാട്ടാക്കട കുളമാക്കിയ ശക്തൻ നാടാർ മുതൽ കണ്ണൂരിലെ കോൺഗ്രസിൽ ഓജസ്സും തേജസ്സുമായ കമ്പക്കുടി സുധാകരൻ വരെ ഇക്കാര്യത്തിൽ പിന്നോക്കമല്ല. ഇലയനക്കം പോലുമില്ലാത്ത UDF-ലെ സ്ഥാനാർത്ഥി നിർണയം നടക്കുമെന്ന സതീശന്റെ അവകാശവാദം അന്തരീക്ഷത്തിൽ അപ്പൂപ്പത്താടിയായി പറക്കുന്നു. പലതവണ MLA-യും സ്പീക്കറുമൊക്കെയായി കാട്ടാക്കട സീറ്റ് CPM-ന് രണ്ടാം സ്ഥാനം BJP-ക്ക് നൽകിയ ശക്തൻ DCC പ്രസിഡന്റ് സ്ഥാനം വരെ ഉപേക്ഷിച്ച് നെയ്യാറ്റിൻകര സീറ്റിനായി നെട്ടോട്ടമോടി കിതച്ചു നിൽക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിനായി കളം നിറഞ്ഞു കളിച്ച മുൻ മന്ത്രി ശിവകുമാർ അരുവിക്കര ഉറപ്പിച്ചെന്ന് പറഞ്ഞു കേൾക്കുന്നു. ശിവകുമാർ അരുവിക്കര ഉറപ്പിച്ചപ്പോൾ അനാഥനായത് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച ശബരിനാഥാണ്. അർഹതയ്ക്കുള്ളതൊന്നും ലഭിക്കാതെ അകാലത്തിൽ വിടവാങ്ങിയ പരേതനായ G. കാർത്തികേയന്റെ മകനെ ചാവേറാകാൻ നേമത്തേക്ക് നിയോഗിച്ചതായാണ് പറഞ്ഞു കേൾക്കുന്നത്. എല്ലാ മുൻനിര നേതാക്കളും നേമത്തു നിന്ന് ഒരു വെളിപ്പാടകലെ മാറി നിൽക്കുമ്പോൾ ശബരിനാഥൻ അത് സ്വീകരിച്ചെന്നും അറിയുന്നു. പത്തനംതിട്ടയിൽ അടിയോടടി പിന്നെയും അടിയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പോസ്റ്റർ വിപ്ലവങ്ങളും രാജ്യനാടകങ്ങളും അവിടെ നിർവിഘ്നം തുടരുന്നു. ആറന്മുളയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ചപ്പോൾ ജില്ലാ യൂത്ത് നേതാവ് വിജയ് ഇന്ദുചൂടൻ പരാതിയുമായി ഡൽഹി വരെ പറന്നെത്തിയിരിക്കുന്നു. വരുത്ത വിരുദ്ധ വിപ്ലവം നടത്തി രമ്യ ഹരിദാസിനെ അടൂരിൽ നിന്ന് പറപ്പിച്ച് ശാന്തകുമാർ സീറ്റ് ഉറപ്പിച്ചപ്പോൾ DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരൻ രാജിവെച്ച് ഗാന്ധി പ്രതിനിധിക്ക് മുന്നിൽ അഭയം തേടിയിരിക്കുന്നു. പാവം ഗാന്ധിജി എന്ത് ചെയ്യാൻ? കൊല്ലത്തെ അടിക്കിടയിലൂടെ ഫോർവേഡ് ബ്ലോക്ക് എന്ന കൂട്ടുകക്ഷി ചാത്തന്നൂർ സീറ്റ് ഒപ്പിച്ചെടുത്തെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോർവേഡ് ബ്ലോക്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി G. ദേവരാജനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെന്നാണ് അറിവ്. G. ദേവരാജൻ അല്ലാതെ മറ്റാരെങ്കിലും ആ പാർട്ടിയിലുണ്ടോ എന്നാണ് ചാത്തന്നൂരെ കോൺഗ്രസുകാരുടെ ചോദ്യം. ബംഗാൾ രാഷ്ട്രീയം മുന്നിൽ കണ്ടാണ് ദേവരാജൻ ഇവിടെ സീറ്റ് നൽകിയിരിക്കുന്നതെന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. അമ്പലപ്പുഴ, ആലപ്പുഴ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ താൻ പലതും വിളിച്ചു പറയുമെന്നാണ് AA ഷുക്കൂറിൻ്റെ ഭീഷണി. ഷുക്കൂർ ഏതെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ചെന്നിത്തലയാണോ KC വേണുഗോപാലാണോ വശം കെടുകയെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. എറണാകുളത്തേക്ക് കയറിയാൽ അവിടെ DCC പ്രസിഡന്റും പോലും സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. കോഴിത്തരത്തിൽപ്പെട്ട് കേസിൽ കുടുങ്ങിക്കിടക്കുന്ന പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി DCC പ്രസിഡന്റ് ഷിയാസിനെ അവിടെ പ്രതിഷ്ഠിക്കാമെന്നാണ് പാർട്ടി കരുതുന്നത്. കോഴിക്കളിയിൽപ്പെട്ട CPM-ലെ മുകേഷിന് സീറ്റ് നൽകേണ്ടെന്ന തീരുമാനത്തിലെത്താൻ ആ പാർട്ടിക്ക് 1 മിനിറ്റ് മതിയായിരുന്നെങ്കിൽ കോൺഗ്രസിൽ അതല്ല അവസ്ഥ. 3 ദിവസമായിട്ടും എൽദോസിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കൊച്ചി സീറ്റ് ഷിയാസിന് നൽകാമെന്നായിരുന്നു KPCC മുൻപ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ തീരുമാനം ഉറപ്പിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ലത്തീൻ സഭ കൊടുവാളുമായി രംഗപ്രവേശനം ചെയ്തു. സഭകളുടെയും സമുദായങ്ങളുടെയും മുന്നിൽ എന്നും മുട്ടുപറയ്ക്കാറുള്ള കോൺഗ്രസ് ഭയന്ന് പറച്ച് ഷിയാസിനെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനമെടുത്തു. ഇങ്ങനെ സഭയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയതിന്റെ ബലിയാടാണ് KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസ്. KSUവിൽ മുതൽ പ്രവർത്തിച്ച് വളർന്നു വന്ന ദീപ്തിയെ മേയറാക്കാമെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷനിൽ മത്സരിപ്പിച്ചത്. ഭരണം ഉള്ളം കൈയിലെത്തിയപ്പോൾ ലത്തീൻ സഭ കയറി ഇടപെട്ടു. മേയർ സ്ഥാനം തങ്ങളുടെ സഭയ്ക്ക് വേണം. അവരുടെ പിടിവാശിക്ക് മുന്നിൽ കോൺഗ്രസ് വഴങ്ങി. മേയർ സ്ഥാനം സഭാംഗത്തിന് നൽകി. ദീപ്തിക്ക് ഇതാദ്യ അനുഭവമല്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് ദീപ്തി പ്രതീക്ഷിച്ചതാണ്. ചില നേതാക്കൾ ചില മോഹങ്ങളും കൊടുത്തു. സീറ്റ് നിർണയം വന്നപ്പോൾ കഥ മാറി. സീറ്റ് PT തോമസിന്റെ ഭാര്യ ഉമാ തോമസിനായി. ദീപ്തി അന്ന് BJP-യിലേക്ക് മാറാൻ ഒരുങ്ങിയെന്ന ആരോപണം പിന്നീട് ഉയർന്നു. ദല്ലാൽ നന്ദകുമാർ ആയിരുന്നു ഇടനിലക്കാരനെന്നും പറയപ്പെടുന്നു. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ ദീപ്തി വീണ്ടും വഞ്ചിക്കപ്പെട്ടു. MLA സീറ്റ് നൽകാമെന്നായിരുന്നു മേയർ സ്ഥാനം നീട്ടി എറിഞ്ഞപ്പോൾ വാഗ്ദാനം ചെയ്തിരുന്നെന്ന് ദീപ്തി ഈയിടെ തുറന്നു പറഞ്ഞു. സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് നൽകിയാൽ തൃക്കാക്കര സീറ്റ് കിട്ടാനിടയില്ല. ആ സീറ്റ് തന്നെ വേണമെന്ന് ദീപ്തിക്ക് വാശിയുമില്ല. ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും സീറ്റ് മതിയെന്നാണ് ഈ വനിതാ നേതാവിന്റെ നിലപാട്. അത് കിട്ടിയില്ലെങ്കിൽ ദീപ്തി CPM-മായി ചില പ്രാഥമിക ചർച്ചകൾ നടത്തി കഴിഞ്ഞെന്നാണ് അറിവ്. അതാണ് CPM തൃക്കാക്കര സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നതും അവിടെ സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുമെന്നും പറയുന്നത്. തൃക്കാക്കരയിലെ CPM-ന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി ദീപ്തി മേരി വർഗീസ് ആണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.